ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കുറച്ച് ഹെയർ സ്റ്റൈലാണ് കാണിക്കാൻ പോകുന്നത് കേട്ടോ. നമ്മളിപ്പോൾ വല്ല ഫംഗ്ഷനോ അല്ലെങ്കിൽ എവിടേക്കെങ്കിലുമൊക്കെ പോകുമ്പോൾ നമുക്ക് ധൃതി പിടിച്ചിട്ട് ഏറ്റവും നമ്മൾ കൺഫ്യൂഷനായി പോകുന്നത് നമ്മുടെ ഹെയറിനായിരിക്കും അല്ലേ. എങ്ങനെ സ്റ്റൈൽ ചെയ്യണം, എങ്ങനെയാണ് ഒന്നും നമുക്ക് അറിയില്ല. അപ്പോൾ ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പോകുന്ന കുറച്ച് ഹെയർ സ്റ്റൈലാണ് ഞാൻ കാണിക്കാൻ വന്നിട്ട്. അപ്പോൾ തന്നെ നമ്മുടെ സൽവാറിനും ജീനും സാരിക്കും എല്ലാറ്റിനും നമുക്ക് ഒരുപോലെ സ്റ്റൈൽ ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഹെയർ സ്റ്റൈലാണ് നമുക്ക് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ മുടി നന്നായി ചീകി ഒതുക്കണം കേട്ടോ. നമ്മളിപ്പോൾ ഫംഗ്ഷന് പോവുകയാണെങ്കിലും അല്ലെങ്കിൽ ഒന്ന് പുറത്തേക്ക് പോവുകയാണെങ്കിലും എപ്പോഴും നമ്മുടെ മുടിയിൽ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഡ്രൈ ആവാനും പാടില്ല, ഒരുപാട് ഓയിലി ആവാനും പാടില്ല കേട്ടോ. ഒരു മിക്സഡ് ആയിട്ടുള്ള ഒരു ഹെയർ ആയിരിക്കണം നമ്മുടേത്. അപ്പോൾ എൻ്റെ ഇപ്പോൾ ഏകദേശം എന്ന് പറഞ്ഞാൽ നല്ലൊരു ഡ്രൈ ആയൊരു ഹെയർ ആട്ടോ. കാരണം ഞാൻ ഈ ഇടയിട്ട് നന്നായിട്ട് ഈ ഹെയർ പാക്ക് ഇട്ടതിന് ശേഷം എൻ്റെ മുടി ഭയങ്കര ഡ്രൈനെസ് ആട്ടോ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് മുടി ചീകാൻ ചെറിയൊരു മടിയൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും ഞാൻ മുടിയിലെ കെട്ടുകൾ സംഭവങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കുന്നുണ്ട് കേട്ടോ. കാരണം മുടി ഡ്രൈ ആയിരിക്കുമ്പോൾ നമ്മുടെ മുടി എപ്പോഴും കെട്ടുകൾ അധികമായിരിക്കും. ഹെയർ സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ സിമ്പിളാണ്, അതുപോലെ തീരെ സമയം വേണ്ട കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇടത് സൈഡിൽ നിന്നും വലത് സൈഡിൽ നിന്നും ഓരോ കുറച്ച് ഇഴകൾ എടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഇടത് സൈഡിൽ നിന്ന് ആദ്യം കുറച്ച് ഇഴ എടുത്തിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം ട്വിസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്യുമ്പോൾ സമയത്ത് അവിടെ ചെറുതായിട്ട് ലൈൻസ് കാണാം കേട്ടോ. നമ്മുടെ ഈ ഫേസിൻ്റെ അടുത്തായിട്ട് ചെറുതായിട്ട് ലൈൻസ് കാണാം. അവിടെ ഇങ്ങനെ ലൈൻസ് കാണുന്ന വരെ നമ്മൾ ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അങ്ങനെ കൊടുത്തതിന് ശേഷം നമ്മൾ അവിടെ ഒരു ടിക്ക് ചെയ്യണം. ടിക്ക് ചെയ്തതിന് ശേഷം കണ്ടോ അവിടെ ലൈന് കണ്ടോ, അങ്ങനെ ലൈന് വരണം കേട്ടോ. അപ്പോൾ ടിക്ക് ചെയ്യുന്നതിന് മുന്നേ നമ്മളിങ്ങനെ ട്വിസ്റ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ ചെറുതായിട്ട് ഫ്രണ്ടിലേക്ക് ഒന്ന് പുഷ് ചെയ്ത് കൊടുത്തതിന് ശേഷമാണ് നമ്മളവിടെ ടിക്ക് ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ ടിക്ക് ചെയ്തതിന് ശേഷം ഞാൻ നല്ല ഒന്നിച്ച് മുടി എല്ലാം പാടെ ഒന്നിച്ച് ഞാൻ എടുത്തിട്ട് അതിൽ ബണ്ണ് ചെയ്യുന്നുണ്ട് കേട്ടോ. കാരണം എൻ്റെ മുടി നന്നായി ചീകി ഒതുക്കൊണ്ടാണ് നമുക്ക് കണ്ടോ ഇങ്ങനെ ഒരു ഇതിൽ കിട്ടുന്നത്. അതായത് നമ്മൾ മുടി ചീകി ഒതുക്കുമ്പോൾ തന്നെ മുടി നമുക്ക് വഴങ്ങും കേട്ടോ. എന്നിട്ട് ഞാൻ അതിൽ നന്നായിട്ടൊരു ബണ്ണ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ജീനിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. ഇങ്ങനെ സാധാരണ നമ്മൾ മുടി പരത്തിയിട്ട് ഇടുന്നത് വെച്ചാൽ നമുക്ക് സാരിക്കോ സൽവാറിനോ ഏതിന് വേണമെങ്കിൽ ഇടാം. ഇത് സാരിക്കോ സൽവാറിനും പറ്റും, എന്നാൽ ഇത് ജീനിന് കൂടി പറ്റുന്നൊരു ഹെയർ സ്റ്റൈലാട്ടോ. കണ്ടോ, സിമ്പിളാണ്, വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്യാവുന്നൊരു ഹെയർ സ്റ്റൈലാട്ടോ. എന്നിട്ട് മുടി നന്നായിട്ട് വേണമെങ്കിൽ ഒന്ന് ചീകി കൊടുക്കാം കേട്ടോ. ഞാൻ പിന്നെ ചീകി കൊടുക്കുന്നില്ല. അപ്പോൾ ഇനി രണ്ടാമത്തെ ഹെയർ സ്റ്റൈലാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് കേട്ടോ. ആദ്യത്തെ പോലെ വളരെ എളുപ്പമാണ്, നമുക്ക് തീരെ സമയം വേണ്ട കേട്ടോ. രണ്ടാമത്തും അതുപോലെ ഞാൻ സിമ്പിളായിട്ടുള്ളൊരു ഹെയർ സ്റ്റൈലാണ് കാണിക്കാൻ പോകുന്നത്. ഇതുപോലെ സൈഡ് ഒരു വക ഇട്ട് കൊടുത്തിട്ട് രണ്ട് സൈഡും ചീകി കൊടുത്തു കേട്ടോ. കാരണം നമ്മൾ ഫസ്റ്റത്തെ ഹെയർ സ്റ്റൈൽ ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ മുടി ഒന്ന് ചെറുതായി കെട്ടുകൊടുക്കുക. ഞാൻ മുടി ഡ്രൈ ആയതുകൊണ്ട് ചെറുതായിട്ടൊന്ന് കെട്ടുകൊടുക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിത് സെക്കൻഡ് ഹെയർ സ്റ്റൈൽ നമ്മൾ ഇതേപോലെ സൈഡിൽ കുറച്ച് കൂടുതൽ മുടി എടുക്കുന്നുണ്ട് കേട്ടോ. അതായത് സൈഡ് കൊടുത്തതിന് ശേഷം കൂടുതൽ മുടിയെടുത്ത് അത് ട്വിസ്റ്റ് ചെയ്തിട്ട് ഞാൻ ഒരു പോലെ നമ്മുടെ ഫ്രണ്ടിലേക്ക്, അതായത് ഈ സൈഡ് ട്വിസ്റ്റ് ചെയ്ത ഈ ഒരു ഹെയർസില്ലേ, അത് നമ്മൾ കണ്ടു ഫ്രണ്ട് ചെയ്തൊരു പോലെ, അതായത് നമ്മുടെ ഹെഡിൻ്റെ ഭാഗത്ത് പോലെ ഞാനൊന്ന് ടിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കണ്ടോ, അപ്പോൾ ഇപ്പുറത്തെ സൈഡിലെ മുടി നമ്മളവിടെ ഒതുങ്ങിയിരിക്കും കേട്ടോ, ഫ്രണ്ടിലേക്ക് വീഴില്ല. കണ്ടോ, ഇപ്പോൾ നോക്കി നോക്കൂ, സിമ്പിളായിട്ടാണ്, പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. അതുപോലെ ബാക്കിലും വേണമെങ്കിൽ ഒന്ന് ടിക്ക് ചെയ്ത് കൊടുക്കാം. ഞാൻ എൻ്റെ മുടി കുറച്ച് ലൂസായി പോകുന്നതുകൊണ്ടാട്ടോ ഞാനവിടെ ടിക്ക് ചെയ്ത് കൊടുത്തത് കേട്ടോ. ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു ഹെയർ സ്റ്റൈൽ നോക്കാം കേട്ടോ. കണ്ടോ, നല്ല രസമല്ലേ, എനിക്കിത് ഭയങ്കര ഇഷ്ടമായിട്ടോ. നമ്മളിപ്പോൾ അമ്പലങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ സാരിക്കൊക്കെ ഭയങ്കര സൂട്ടായിട്ടുള്ള ഒരു ഹെയർ സ്റ്റൈലാട്ടോ. കാരണം ഒരു വശത്തേക്ക് നമുക്ക് ഫ്രണ്ടിലേക്ക് മുടി ഇടുകയും ചെയ്യാം, ബാക്കിൽ ഈ ഒരു വശത്തെ മുടി നല്ല ഒതുങ്ങിയിട്ട് അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇനി നമ്മുടെ തേർഡ് ഹെയർ സ്റ്റൈൽ എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പഫ് സ്റ്റൈലാട്ടോ. ഞാൻ മുന്നേയൊക്കെ പഫ് സ്റ്റൈലാട്ടോ കെട്ടാറുണ്ട്. ഇപ്പോൾ ഒരുപാട് കാലം ഞാൻ പഫ് എടുക്കാറേ ഇല്ല. അപ്പോൾ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് സിമ്പിളായിട്ടൊന്ന് എടുത്ത് നോക്കിയതാട്ടോ. കാരണം വളരെ സിമ്പിളാണ്, നമുക്ക് ഈ പഫ് എടുക്കാം. പണ്ടൊക്കെ നമ്മൾ പഫിൻ്റെ ഇടയിൽ ഒരു ടിക്ക് വെക്കും കേട്ടോ. ടിക്ക് വെക്കുമ്പോൾ അത് ഫ്രണ്ടിലേക്ക് കുറച്ച് പൊങ്ങി നിൽക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ ഫ്രണ്ടിലേക്ക് പഫ് എടുക്കാം. കണ്ടോ, കണ്ടോ നന്നായി ഉയർന്നിരിക്കുന്നില്ലേ. അപ്പോൾ ഞാൻ ഇതേ ഫ്രണ്ടിലേക്ക് നന്നായിട്ട് കുറച്ച് ഹെയർ ഇതേപോലെ എടുത്തിട്ട് ബാക്കോട്ട് എടുത്ത് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ ഫ്രണ്ടിലേക്ക് ഇങ്ങനെ പഫായിട്ട് വരും കേട്ടോ. ഒന്ന് പുഷ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ഒന്ന് നോക്കുമ്പോൾ അങ്ങനെ ഒരു ഹമ്പ് എന്നൊക്കെ മുന്നേ പറയാം കേട്ടോ, ഒരു ഹമ്പ് പോലെ കണ്ടോ അവിടെ ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം അങ്ങനെ ഒന്ന് വെച്ച് ടിക്ക് ചെയ്യുന്നുണ്ട്. ലാസ്റ്റ് നമുക്കിത് ജീനിടാൻ പറ്റുന്നൊരു ഹെയർ സ്റ്റൈലാട്ടോ. മുടി ഒന്നുമില്ല, നമ്മുടെ എല്ലാ മുടികളും, അതായത് ബാക്കി വരുന്ന ഹെയർസ് ഫുള്ള് എടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് മടക്കി കൊടുത്താൽ മതി. മടക്കി കൊടുത്ത് ഉള്ളിലൂടെ മുടി എടുത്തതിന് ശേഷം അവിടെ ഒരു
ടിക്ക് ടിക്ക് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് ജീനിന് വേണമെങ്കിൽ ഇത് യൂസ് ചെയ്യാം. പിന്നെ എൻ്റെ കയ്യിലിപ്പോൾ 2 ബണ്ണ് കണ്ടില്ലേ, ഇത് ഞാൻ ഓൺലൈനിൽ നിന്ന് മേടിച്ചാട്ടോ. ഇത് കുറേ മേടിച്ചിട്ടോ, ഒന്ന് വലിയ ബണ്ണുമാണ്, ഒന്ന് ചെറിയ ബണ്ണുമാണ്. അപ്പോൾ ഇത് സിമ്പിളായിട്ട് നമുക്ക് ഇതേപോലെ ചെയ്യാം. ഞാൻ ഇപ്പോൾ നേരത്തെ ചെയ്തത് അതിലൊരു ബണ്ണൊന്നും സംഭവങ്ങളൊന്നും വെച്ചിട്ടില്ല, വളരെ സിമ്പിളായിട്ട് മുടി ഒന്ന് മടക്കി കൊടുത്താണ്. ഇതാകുമ്പോൾ നമുക്ക് അതിനേക്കാളും സിമ്പിളാണ് കേട്ടോ. നമ്മൾ ഇതേപോലെ ഹെയർ വെച്ചിട്ട് ഹെയറിൻ്റെ ഉള്ളിൽ ബണ്ണ് വെച്ചതിന് ശേഷം അത് 4 വശത്തേക്കും ഒരുപോലെ മുടി ആക്കിയതിന് ശേഷം ഞാൻ അതിൽ ബണ്ണിടുന്നുണ്ട്. വീണ്ടും ഇട്ടതിന് ശേഷം ബാക്കി വരുന്ന മുടികൾ സൈഡിലൂടെ ടിക്ക് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. കണ്ടോ, ഇപ്പോൾ നല്ല രസമല്ലേ? ഇത് നമുക്ക് സാരിക്കൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. നമ്മൾ നല്ല അടിപൊളിയുള്ള ഹെയർ സ്റ്റൈലാണ് ഇത്. എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് ഈ ഒരു ഹെയർ സ്റ്റൈൽ. കണ്ടോ, ഇതിപ്പോൾ നമുക്ക് പഫ് വെക്കണം തന്നെ ഇല്ല, നേരെ മറിച്ച് സൈഡ് പാർട്ടീഷൻ എടുത്തിട്ടും ഇത് വേണമെങ്കിൽ ഇങ്ങനെ ഹെയർ സ്റ്റൈൽ ചെയ്യാം കേട്ടോ. അപ്പോൾ എനിക്കിത് ഭയങ്കര ഇഷ്ടമായി. ഇനി നമ്മുടെ ഇനി അടുത്ത ഹെയർ സ്റ്റൈൽ എന്ന് പറയാൻ ഇതേപോലെ തന്നെ ഞാൻ മുടി എല്ലാം പാടെ, അതായത് ഞാൻ വെച്ചിട്ട് പഫ് വെച്ചിട്ടുള്ളതിനെ കേട്ടോ കണ്ടിന്യൂ ചെയ്യുന്നത്. ഈ പഫ് വെച്ചിട്ടുള്ളത് നമുക്ക് ഞാൻ പറയാം ഏത് വേണമെങ്കിലും ചെയ്യാം. ഞാൻ പിന്നെ പക്ഷേ ജസ്റ്റ് പഫ് വെച്ചുള്ളതുകൊണ്ട് അങ്ങനെ തന്നെ ചെയ്യാമെന്ന് വെച്ചിട്ട് നമ്മൾ മുടി എല്ലാം പാടെ എടുത്ത് ബണ്ണ് ചെയ്തതിന് ശേഷം ലാസ്റ്റ് ചെയ്യുന്ന മുടികളിൽ ചെറിയൊരു ബണ്ണ് ഇട്ട് കൊടുത്തതിന് ശേഷം ഞാനിത് ഉള്ളിലേക്ക് കൊടുക്കുമ്പോൾ മുടി നന്നായി ഒതുങ്ങിയിരിക്കുകയും ചെയ്യും, നല്ല വൃത്തി കിട്ടുന്നുണ്ട്. കണ്ടോ, നല്ല വൃത്തിയില്ല. ബാക്കോട്ട് നോക്കുമ്പോൾ അടിപൊളിയായിട്ട് വരുന്നുണ്ട് ഹെയർ. അതിന് കുറച്ച് കട്ടി തോന്നിക്കുന്നത്, ചിലരുടെ ഉള്ളില്ലാത്ത മുടിക്ക് ഇങ്ങനെയൊക്കെ കേട്ടുമ്പോൾ കുറച്ച് കട്ടി തോന്നിക്കും കേട്ടോ. നല്ല രസമല്ലേ? എനിക്ക് ഒരുപാട് ഇഷ്ടമായി. ഇനി നമ്മുടെ ലാസ്റ്റത്തെ ഹെയർ സ്റ്റൈലാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് കേട്ടോ. ഇത് കുറച്ചിരി പാടാണ്. ഇത് നമ്മളിത് ഭയങ്കര സമയമെടുത്ത് ചെയ്യേണ്ട ഒരു സംഭവം കേട്ടോ. പക്ഷേ എന്നാലും സ്റ്റൈൽ ചെയ്ത് വരുമ്പോൾ അടിപൊളിയാണ്. നമ്മൾ സാരിക്കാട്ടോ ഏറ്റവും കൂടുതൽ മാച്ച് ചെയ്യുക. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സൽവാറിനും മാച്ച് ചെയ്യും. അപ്പോൾ ഇത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ചിലർ ഇത് 5.5 മടങ്ങ് അങ്ങനെ എന്തോ പറയാം കേട്ടോ, എനിക്കറിയില്ല കറക്റ്റ് ചെയ്തിട്ട്. നമ്മളൊന്നുമില്ല, 2 സൈഡ് പാർട്ടീഷൻ എടുക്കുക, ഒരു സൈഡിൽ നിന്ന് കുറേശ്ശെ മുടി അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തിട്ട് നമ്മൾ മടയുക കേട്ടോ. അതാണ് ചെയ്യുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ സാധാ 3.5 മടങ്ങല്ല കേട്ടോ, ഇത് ശരിക്കും 2.5 മടങ്ങാണ്. അടിപൊളിയാണ്. കണ്ടോ, ഒരു ചെയ്ത് വരുമ്പോഴാട്ടോ അടിപൊളിയാവുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇത് ഞാൻ ഇപ്പോൾ കുറച്ചൊരു പകുതി വരെ കേട്ടോ മെടഞ്ഞിട്ടുള്ളൂ. ലാസ്റ്റ് വരെ മെടഞ്ഞിട്ട് ചെറിയൊരു ബണ്ണിട്ട് കൊടുക്കുമ്പോൾ നല്ല ഭംഗി. ശരിക്കും നമ്മൾ ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ സൽവാറിൻ്റെ കൂടെയൊക്കെ ഇടാൻ പറ്റും കേട്ടോ. സൽവാർ സാരീൻ്റെ കൂടെയൊക്കെ എടുത്തിട്ട് മുല്ലപ്പൂ ജസ്റ്റ് ഒന്ന് ചുറ്റി കൊടുത്താൽ മതി. അടിപൊളിയാട്ടോ. എനിക്ക് ഈ ഹെയർ സ്റ്റൈൽ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഇച്ചിരി പാടാണ്. നല്ല രസമല്ലേ? കണ്ടോ, സ്റ്റൈൽ ചെയ്ത് വരുമ്പോൾ അടിപൊളിയായിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ ഇപ്പോൾ കാണിച്ചെന്ന ഹെയർ സ്റ്റൈലൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു കേട്ടോ. മാക്സിമം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ ഏറ്റവും സിമ്പിളായിട്ടുള്ള കുറച്ച് ഹെയർ സ്റ്റൈലാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അത് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇനി കുറച്ചുകൂടിയുള്ള ഹെയർ സ്റ്റൈൽ ഞാൻ ഇതിൻ്റെ തൊട്ടടുത്തുള്ള വീഡിയോസിന് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് അത്രയൊക്കെ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് എന്തായാലും അടുത്ത വീഡിയോസിൽ ഒരു അടിപൊളിയായിട്ട് വീഡിയോ ആയിട്ട് വരും. അതുവരെയും ബൈ.